കുപ്പിയും പാട്ടയൊക്കെ പൊക്കി പിടിച്ചോണ്ട് ഇവിടെ നിന്ന് കറങ്ങുന്നത് എന്താന്ന് ചോദിച്ചാൽ പണ്ടൊരിക്കൽ ഞാനൊരു ഓറഞ്ച് കേക്ക് ഉണ്ടാക്കി അത് കട്ട ഫ്ലോപ്പ് ആയതിൽ ഖേദിച്ച് പിന്തിരിഞ്ഞ് ഈ പരിപാടി നിർത്തിയെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പൊ ഇന്നത്തെ എന്റെ ഇര പാവം കുറച്ച് ഡേറ്റ്സ് ആണ് ഗൈസ്. ആദ്യം തന്നെ ഈ ഡേറ്റ്സിന്റെ കുരു എല്ലാം കളഞ്ഞൊന്ന് മാറ്റിവെക്കാം. ഇനി ഒരു നോൺ സ്റ്റിക് പാനിൽ 1/4 കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്ത് അതിലോട്ട് ഈന്തപ്പഴവും വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ അങ്ങ് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പ് പഞ്ചസാര 3 ഗ്രാമ്പും കൂടി ഇട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ട് അതിലോട്ട് തന്നെ ഒരു 4 മുട്ടയും 4 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്യണം. അവസാനം അതിലോട്ട് പൊടിച്ച പഞ്ചസാരയും പേസ്റ്റ് ആക്കി ഈന്തപ്പഴോട്ട് അടിച്ചെടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇനി അതിലോട്ട് 1 കപ്പ് മൈദ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ഉപ്പ്, ലേശം വാനില എസൻസ് ഇത്രയും കൂടെ ചേർത്ത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇനി സംഭവം സിമ്പിൾ. ഇതൊരു നോൺ സ്റ്റിക് പാനിലോട്ട് ഒഴിച്ച് അടികെട്ടുള്ള ഒരു പാത്രം ചൂടാക്കി അതിന്റെ മുകളിലായിട്ട് നമ്മുടെ നോൺ സ്റ്റിക് പാത്രം വെച്ച് അടച്ചു വെച്ചൊരു 45 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് കിടിലൻ ഡേറ്റ്സ് കേക്ക് റെഡി. ഡെക്കറേഷൻ കുറച്ച് കയ്യിൽ നിന്നൊന്ന് പാളിയെങ്കിലും സംഭവം കേക്ക് നല്ല സോഫ്റ്റും ആണ്, അടിപൊളി ടേസ്റ്റും ആണ്. ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പൊ ഓക്കെ, ബൈ.